മേടമാസ പകലെരിയും മേട്ടിലിന്നല്ലേ മേടസൂര്യൻ മേദിനിയെ മിന്നു കെട്ടുന്നു. മേടമാസ പകലെരിയും മേട്ടിലിന്നല്ലേ മേടസൂര്യൻ മേദിനിയെ മിന്നു കെട്ടുന്നു. തങ്കവർണ്ണം ചൂടി വിഷു വന്നെത്തി. പറമ്പിലും പാതയോരത്തും കണിക്കുന്ന പൂക്കളുടെ തങ്കച്ചിരി. മീനമാസത്തിന്റെ ഇടവഴികൾ പിന്നിട്ട് മേടത്തിലേക്ക് ഒരു അനുഷ്ഠാനം പോലെ കടന്നെത്തുന്ന ഈ ഉത്സവം അക്ഷരാർത്ഥത്തിൽ മലയാളിയുടെ വസന്തോത്സവമാണ്. കാലം ഒരുപാട് ഉരുണ്ടുമാറി. വർഷവും വേനലും ശിശിരവുമൊക്കെ മാറി മാറി വന്നു. ആഘോഷ ചമയങ്ങളുടെ മുഖഛായ പലകുറി മാറി. പക്ഷേ ഗൃഹാതുര സ്മൃതികളെ താലോലിച്ചുകൊണ്ടും പഴമയുടെ മാധുര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും വസന്തഭംഗി ചാർത്തി വിഷു വരുന്നു. നടയിലും തൊടിയിലും ഇടവഴിയിറുമ്പേ
കേരളം എന്ന സുന്ദരദേശത്ത് വിരിയുന്ന ഏറ്റവും മനോഹരമായ പൂവാണ് കണിക്കൊന്ന. കൊന്നപ്പൂവ് മലയാളികൾക്കെന്നും ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ആസ്ഥാന പുഷ്പവും. കണിക്കൊന്നയുടെ പൂവിടൽ വിഷുക്കാലം വന്നെത്തിയതിന്റെ നാന്ദിയാണ്. പഴയ തലമുറയിലെ കൃഷിക്കാർ പിന്തുടർന്നുകൊണ്ടിരുന്ന കാർഷിക കലണ്ടർ അനുസരിച്ച് അശ്വതി ഞാറ്റുവേലയുടെ കാലമാണ് മേടമാസം. വിരുപ്പ് കൃഷിക്ക് മേടമാസ ആരംഭത്തിനു തൊട്ടുമുമ്പേ നിലമുഴുത് പരുവപ്പെടുത്തി നുരിവിത്തിടാൻ സമയമായെന്ന് കണിക്കൊന്ന കർഷകരെ ഓർമ്മിപ്പിക്കുന്നു. കണിക്കൊന്ന നേരത്തെ പൂത്താൽ മഴ നേരത്തെയെന്നും വൈകിയാൽ മഴ വൈകുമെന്നും ഞാറ്റുവേലക്കാലത്ത് കർഷകർ കണക്കാക്കിയിരുന്നു. മേടമാസത്തിന്റെ ആദ്യം 1-2 മഴ കിട്ടുന്നത് പതിവായിരുന്നു. മഴയ്ക്ക് മുമ്പ് വിത്തിറക്കിയാൽ അടിയീർപ്പത്തിന്റെ കുളിരിൽ വിത്ത് മഴ കാത്തു കിടന്നോളും. നാമമാത്രമായ ഇലകളെ ശേഷിപ്പിച്ചുകൊണ്ട് പൂവുകൾ നിറയുന്ന പൂമരമായി കണിക്കൊന്ന മാറുന്നതും മീനച്ചൂടിന്റെ കാലത്തുതന്നെ. കണിക്കൊന്നയുടെ പുഷ്പിക്കലിനെ സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായ ഈ പ്രത്യേക സവിശേഷത വേനലിനെതിരെയുള്ള അതിന്റെ അതിജീവന തന്ത്രം കൂടിയാണ്. അതികഠിനമായ സൂര്യതാപവും തീരെ ഇല്ലാതാവുന്ന ജലവും ചെടികളെ ആകുലയ്ക്കുന്ന സമയമാണ് വേനൽ. വലിച്ചെടുക്കുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ചെടികൾക്ക് നഷ്ടമാകുന്നത് ഇലകളിലെ സുഷിരങ്ങൾ വഴിയാണ്. ആഭ്യന്തര ജലസംരക്ഷണത്തിനായി പരിശ്രമിക്കുന്ന ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം വേനലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്. ലെഗുമിനേസിയ കുടുംബത്തിൽപ്പെട്ട കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ്. ഇതിന്റെ വേരും തൊലിയും കായും ഉപയോഗപ്രദമാണ്. കൊന്ന വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ ശമിപ്പിക്കുകയും രക്തശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മരപ്പട്ട, വേര്, ഫലമജ എന്നിവയാണ് ഔഷധഭാഗങ്ങൾ. പട്ട കഷായം വെച്ച് 30 മില്ലി വീതം രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ എല്ലാത്തരം ത്വക്ക് രോഗങ്ങളും ശമിക്കും. തൊലിയിട്ട് എണ്ണ കാച്ചി പുറമെ പുരട്ടുകയും ചെയ്യാം. ജ്യോതിശാസ്ത്രപ്രകാരം വിഷു സംക്രമം എന്നാൽ രാശിമാറ്റം എന്നാണ് അർത്ഥം. മീനരാശിയിൽ നിന്നും സൂര്യൻ മേടരാശിയിലേക്ക് കടന്നു കയറുന്ന വേളയാണിത്. കഠിനമായ ഉച്ചയുടെ ഉഷ്ണം പേറിക്കൊണ്ടുള്ള ഒരു കാലസംക്രമണം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഉദിക്കുന്നത് വിഷുവിനാണ്. രാവും പകലും തുല്യമായ ദിവസം. ഈ തുല്യത ആണ്ടിൽ 2 തവണയാണുള്ളത്. മേടം 1-നും തുലാം 1-നും. പക്ഷേ തുലാവിഷുവിനേക്കാൾ നമുക്ക് പ്രധാനം മേടവിഷുവാണ്. പഴമക്കാർ സൂര്യന്റെ രാശിമാറ്റത്തിന് സംക്രമപുരുഷന്റെ പരിവേഷം നൽകി നടപ്പുകൊല്ലത്തെ ഫലങ്ങളെ നിർണയിച്ചു. അതാണ് വിഷുഫലം. മഴയുടെ തോതളക്കുവാനും വയലേലകളിൽ വിത്തിടാനുമൊക്കെ കർഷകന്റെ അടിസ്ഥാന വിശ്വാസമായി വിഷുഫലം മാറി. മേടം 1 മുതൽ 10 ഉദയം വരെ കൃഷിപ്പണികൾക്ക് ആരംഭം കുറിച്ചിരുന്നത് കൊണ്ടുകൂടിയാണ് വിഷു കാർഷികോത്സവമായി മാറിയത്. കർഷകന്റെ പുതുവർഷമാണ് വിഷു. ഞായറിന്റെ വേലയ്ക്കനുസരിച്ച് മേടം തുടങ്ങി മീനത്തിൽ അവസാനിക്കുന്ന ഞാറ്റുവേലയ്ക്ക് അനുസരിച്ചായിരുന്നു കൃഷിമുറകൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിൽ ക്രമമായി ചിട്ടപ്പെടുത്തിയ 13 ദിവസങ്ങളായി തിരിച്ച് കിറുകൃത്യമായ കാർഷിക കലണ്ടർ. ഇതിന്റെ തുടക്കവും വിഷുവിനാണ്. മേടം 1 മുതൽ 14 വരെയുള്ള അശ്വതി ഞാറ്റുവേലയിലാണ് തൊടിയിൽ വിത്തിടുന്നത്. മണ്ണിൽ സ്വർണം വിളയിക്കാൻ സൂര്യപ്രഭയിൽ പൊതിഞ്ഞ നെൽവിത്ത് കർഷകർ മണ്ണിലേക്കെറിയുന്നു.
വിഷു ദിവസം അതിരാവിലെ കണി കാണലും കൈനീട്ടം നൽകലുമാണ് മുഖ്യ ചടങ്ങ്. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷുക്കഞ്ഞി, വിഷുപ്പടക്കം തുടങ്ങി വിഷുസ്പർശമുള്ള ആചാരങ്ങളും അനുഭവങ്ങളും ഏറെ. ഇതിൽ പ്രധാനം വിഷുക്കണി തന്നെ. തലേനാൾ മുതിർന്നവർ കണിയൊരുക്കുന്നു. അതിരാവിലെ കുഞ്ഞുങ്ങളെ കണ്ണുപൊത്തി വിഷുക്കണി കാണിക്കും. ഉണ്ണിക്കണ്ണന്റെയോ ഇഷ്ടദൈവങ്ങളുടെയോ അണിയിച്ചൊരുക്കിയ രൂപത്തിനു മുന്നിൽ ഭദ്രദീപത്തിന്റെ സാന്നിധ്യത്തിൽ ഓട്ടുരുളിയിലെ മംഗളകരമായ കണിക്കാഴ്ചകൾ. അരി, വെറ്റില, നാളികേരം, കണിവെള്ളരിക്ക, കണിക്കൊന്നപ്പൂവ്, കൊത്തച്ചക്ക, കുലയോടെ മാങ്ങ, വാൽക്കണ്ണാടി, കുങ്കുമച്ചെപ്പ്, വെള്ളിരൂപ, അലക്കിയ പുടവ, സ്വർണ്ണാഭരണം, ഗ്രന്ഥക്കെട്ട് എന്നിവയാണ് കണി വയ്ക്കുന്നത്. വിണ്ണിലെ കണികളാണ് കണിക്കൊന്നപ്പൂക്കൾ. മൺകണി, വെള്ളിരിക്കയും. മൺകണിയും വിൺകണിയും ചേർന്നാൽ പൊൻകണിയായി. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മഞ്ഞനിറമാർന്ന കുറുവെള്ളരി കാഴ്ചയ്ക്കും കൗതുകമാണ്. അത്യന്തം പോഷക സമൃദ്ധമാണ് വെള്ളരിക്ക. വെള്ളരിക്ക ശരീരത്തിന് തണുപ്പ് നൽകുകയും മലബന്ധം അകറ്റുകയും മഞ്ഞപ്പിത്തം തടയുകയും ചെയ്യും. അധികം മൂപ്പത്താത്ത കായകൾ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു. വെള്ളരിക്ക കഷ്ണം കൺപോളകളിൽ വയ്ക്കുന്നത് വഴി കണ്ണിന് നല്ല തണുപ്പും തിളക്കവും ലഭിക്കും. വെള്ളരിക്ക ജ്യൂസായും ഉപയോഗിക്കാം. അമംഗളമെല്ലാം അകന്നു പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ കൺകുളിർക്കെ കണി കാണണം. മനസ്സ് നിറയണം. വീട്ടുകാരുടെ കണിദർശനം കഴിഞ്ഞ് കന്നുകാലികളെയും കണി കാണിക്കാറുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലും വീടുകളിലും കണിയൊരുക്കുക പതിവാണ്. കുടുംബത്തലവൻ വീട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ആശ്രിതർക്കും നാണയങ്ങൾ, ധാന്യങ്ങൾ, ഫലങ്ങൾ എന്നിവ വിഷുദിനത്തിൽ സമ്മാനിച്ചു വരുന്നു. മേടമാസ പകലെരിയും മേട്ടിലിന്നല്ലേ, മേടസൂര്യൻ മേദിനിയെ മിന്നുകെട്ടുന്നു. മേടമാസ പകലെരിയും മേട്ടിലിന്നല്ലേ, മേടസൂര്യൻ മേദിനിയെ മിന്നുകെട്ടുന്നു. തങ്കവർണ്ണം ചൂടി കൊന്ന പൂക്കളണിയെ ചൈത്രരാവിൻ മാറിലിന്തു നാണിച്ചു നിന്നു. തങ്കവർണ്ണം ചൂടി കൊന്ന പൂക്കളണിയെ ചൈത്രരാ